യാ റസൂലല്ലാഹ്, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, അല്ലാഹുവിന്റെ ദൂതനെ, അയ്യു സ്വദഖത്തി അഅ്ളമു അജ്റൻ, ധർമ്മത്തിൽ നിന്ന് ഞാൻ പൈസ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നതിന് ഏറ്റവും അഴകമായ, ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന വണ്ണമായത് ഏതാണ്? കാലാപരൻ സല്ലല്ലാഹു പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അൻത സ്വദ്ദഖ, നീ സ്വതക്ക ചെയ്യലാണ്. വഅൻത സഹീഹുൻ, നീ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. അതായത് സമ്പത്ത് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും വൃദ്ധനായിട്ട് അല്ലെങ്കിൽ രോഗിയായി കിടക്കുമ്പോഴല്ലല്ലോ ക്യാഷിന് കൂടുതൽ ആവശ്യം വരുന്നത്. അതായത് അവന്, മക്കൾക്കല്ല, അവന് ഏറ്റവും കൂടുതൽ പൈസക്ക് ആവശ്യം വരുന്നത് നല്ല ആരോഗ്യമുള്ള, ചുറുചുറുക്കുള്ള, നല്ല ചോരത്തിളപ്പുള്ള സമയത്താണ് പൈസക്ക് ആവശ്യം വരുന്നത്. ആ സമയത്ത് നീ സമ്പത്ത് ചെലവഴിക്കലാണ്. നീ പൈസയിലേക്ക് നല്ല ആവശ്യമുണ്ട്. നീ ആരോഗ്യ ദൃഢഗാത്രമാണെന്ന് മാത്രമല്ല, പൈസക്ക് നിനക്ക് നല്ല ആവശ്യമുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. ഞാൻ എന്റെ കയ്യിലുള്ള പൈസ ഒക്കെ ചെലവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ പട്ടിണി എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മനഃശാസ്ത്രമാണ് പറയുന്നത്. നമുക്കൊക്കെ വരുന്ന പ്രശ്നമാണത്, അല്ലെ? നമ്മളൊക്കെ പൈസ ഇപ്പോ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ ഞാൻ കുടുംബം എന്നുള്ള ആ തോന്നൽ വരുമ്പോ, അതുപോലെ തന്നെ നീ സമ്പത്തുണ്ടാവാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും ഒറ്റക്കൊന്നിരിക്കുന്ന സമയത്ത്, എത്രത്തോളം വെച്ചാൽ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ചിന്തിക്കും, കുറച്ച് പൈസ കിട്ടിയത്, ഒന്ന് സമ്പന്നനായി എന്തെങ്കിലും ആഗ്രഹിക്കൂലേ? ആ സമയത്ത് നീ ചെലവില്ല. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നീ ആരോഗ്യമുള്ള സമയം, നിനക്ക് സമ്പത്തിന് നല്ല ആവശ്യമുള്ള സമയം, അതുപോലെ തന്നെ നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു, അതുപോലെ തന്നെ നീ സമ്പത്തുണ്ടാവാൻ വേണ്ടി, സമ്പന്നനാവാൻ അല്ലെങ്കിൽ ഒരു മുതലാളിയാവാൻ നീ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഘട്ടത്തിൽ നീ ചെലവഴിക്കുമ്പോൾ ആ സ്വതക്കയാണ് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആഴമായിട്ടുള്ള സ്വതക്ക. അതുകൊണ്ട് നീ ഒരിക്കലും മുടക്കരുത്. നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നത് വരെ നീ അത് നാളെ കൊടുക്കാം, പൈസ ഉണ്ടായിട്ട് കൊടുക്കാം, കുറച്ച് പൈസ ഉണ്ടായിട്ട് വേണം പാവങ്ങളെ സഹായിക്കാൻ, ഇത് കരുതി ഇരുന്നിട്ട് ഇല്ലേ? അങ്ങനെയല്ലേ ഒക്കെ അങ്ങനെ കൊടുക്കാം കയ്യിലുണ്ടാവട്ടെ, കൊടുക്കണം എന്ന് കരുതിയിരിക്കുക. അങ്ങനെ ഇരിക്കരുതേ. അങ്ങനെ ലാസ്റ്റ് റൂഹ തൊണ്ടക്കുഴിയിലെത്തും. റൂഹ തൊണ്ടക്കുഴിയിലെത്ര ഡേറ്റ് ഫിക്സ് ആക്കി തന്നിട്ടില്ലല്ലോ. എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിൽ നിന്ന് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. ഇപ്പൊ നമ്മുടെ മാണിക അല്ലേ, ഒരാഴ്ച ആയിട്ടുള്ളൂ, ഒരു രോഗിയായി എന്ന് പറയാൻ പറ്റുന്ന ഒരു സമയം കിട്ടിയില്ല, അപ്പോഴത്തിന് മരണപ്പെട്ടു. കൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോ ആളുകളും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹത്തീബ്, നമ്മുടെ അയൽപക്കത്തുള്ള പള്ളിയിലുള്ള ഹത്തീബ് മരണപ്പെട്ടത് കണ്ടിരുന്നു. അല്ലാഹു തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് മരണങ്ങൾ. അതുവരെ നമ്മൾ നാളെ കൊടുക്കാം, മറ്റന്നാൾ കൊടുക്കാം എന്ന് കരുതിയിരിക്കരുത്. അപ്പൊ നാം വരുന്ന ബക്കറ്റ് പിരിവ് നമുക്ക് എപ്പോഴും അതിലേക്ക്, അതായത് ഇങ്ങനത്തെ ഒരു സംഗതി കേൾക്കുമ്പോൾ, അതായതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ എന്നാൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഉസ്താദ് പറയുന്നത് കേൾക്കുമ്പോൾ ഹദീസാണല്ലോ പറയുന്നത്, അതിനെ മാനിച്ചുകൊണ്ട് ഞാനത് ഇട്ടേക്ക് കരുതിടുമ്പോൾ അതിന് വേറെ പ്രത്യേകത ഉണ്ട്, വലിയ കൂലിയുണ്ട്. അത് മനസ്സിലാക്കുക. അങ്ങനെ ആ സമയം എത്തിക്കഴിഞ്ഞാൽ, റൂഹിലേക്ക് തന്നെ അവസാന ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നീ പറയും പുഴുത്താ, നീ പറയും നീ ഫുലാനിൻ കഥ, അത് അവിടുത്തെ തെങ്ങുണ്ടല്ലോ, അത് ആ പള്ളിക്ക് കൊടുക്കണം, മറ്റൊടത്ത് 2 തെങ്ങുണ്ടല്ലോ, അത് മറ്റേ മദ്രസക്ക് കൊടുക്കണം. ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് പറയേണ്ട ആവശ്യമില്ല. വഖദ് ഖാന ലി ഫുലാനിൻ, എന്റെ മരണശേഷം അത് വേറൊരുത്താവും, അതൊന്നും അനന്തരാവകാശം ഉണ്ടാവൂലേ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഓന് നല്ല ചോരത്തിളപ്പുള്ള നല്ല ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ചെലവഴിക്കുമ്പോൾ അതാണ് ഏറ്റവും ആഴമായിട്ടുള്ള സ്വതക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, സാന്ദർഭികമായിട്ട് ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് പിന്നെ 1-2 കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. ഹജ്ജ് നമുക്കറിയാലോ, നമ്മള് ഫർദായ കാര്യങ്ങൾ, ഇപ്പൊ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത് എന്താ, ജുമുഅ നമുക്കൊക്കെ നിർബന്ധമാണ്, ഫർദ് ഐനാണ് ഈ നാട്ടുകാർക്കൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. ഇതേപോലെ ഫർദ് ഐനായ ഒരു കാര്യമാണ് ഹജ്ജ്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കമ്മിറ്റി, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, അദ്ദേഹം പിന്നെ ഒരു സർക്കുലർ വിട്ടിട്ടുണ്ട്. എന്താണ്, വളരെ വിഷമത്തോടു കൂടി വിട്ടതാണ്. നമ്മളൊക്കെ ആശങ്കപ്പെടുന്നൊരു കാര്യം. എന്താണ് കാരണം എന്നറിയില്ല. കഴിഞ്ഞ വർഷത്തിൽ ഒരു പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആയതുകൊണ്ടോ എന്തോന്ന് അറിയില്ല, ഈ 23-ാം തീയതി തിങ്കളാഴ്ച ഡേറ്റ് തീരാണ്, അപേക്ഷിക്കാനുള്ള ഡേറ്റ് തീരാൻ പോവാ. എന്നിട്ടും ഏകദേശം പകുതിയോളം ആളുകൾ, അതായത് കഴിഞ്ഞ വർഷം ഉണ്ടായതിന്റെയൊക്കെ പകുതി അല്ലെങ്കിൽ 1/2 ആളുകളൊക്കെയാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളൂ ഹജ്ജിന്. എന്താണെന്ന് അറിയില്ല. എല്ലാ സ്റ്റേറ്റിന്റെ അവസ്ഥ ഇന്ത്യയിൽ മൊത്തം കേരളത്തിലൊക്കെ അങ്ങനെ.
അപ്പൊ എന്താണ് ഇതിന് കാരണം എന്നറിയില്ല. ഇതിന്റെ ഈ ഫർദ് ഐനാണ് എന്ന കാര്യം ഇന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടോ എന്തോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ഞങ്ങളുടെ മക്കത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉംറക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും ഒക്കെ ഒരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നിർബന്ധമാകുന്നൊരു തോന്നല് നമ്മളൊക്കെ മനസ്സിലുണ്ട് തോന്നുന്നു. ഹജ്ജ് നിർബന്ധമാവാൻ ഉള്ള ഷർത്തുകൾ പറയുന്ന കൂട്ടത്തില് ഒന്ന് മുസ്ലിം ആവുക എന്നുള്ളതാണ്, രണ്ടാമത്തത് പ്രായപൂർത്തിയും ബുദ്ധി ഉണ്ടാവുക, പിന്നെ ഹുരിയത്ത് സ്വതന്ത്രനാവുക എന്നുള്ളത് അതൊക്കെ നമുക്കുണ്ടല്ലോ. പിന്നെ അവസാനം പറയാൻ ഇസ്തിതാഅത്ത് എന്ന് പറയും. മുതൽ കൊണ്ടും അതുപോലെ തന്നെ തടി കൊണ്ടും നമുക്ക് കഴിയാറുണ്ട്. ഇനി മുതലുണ്ട് തടി കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പകരം വേറാണെങ്കിലൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ മുതലില്ല എന്നുള്ള കാരണം കൊണ്ട് ഹജ്ജിന് പോവാതിരിക്കൽ വളരെ, അത് നമ്മൾ ചിന്തിച്ചു നോക്കണം, നല്ലോണം ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. മുതല് ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോവാ, അങ്ങനെയില്ല. നമുക്ക് അങ്ങോട്ട് പോവാനും വരാനും അവിടെ നിൽക്കാനും അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ചെലവ് അത് നമുക്കുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവണം? നമ്മുടെ നാട്ടിലുള്ള ഭാര്യ മക്കള് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായും, പാർപ്പിടം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ഇതിനൊക്കെ നിർബന്ധമായവരെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള മുതലുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പോകാനും വരാനും ഉള്ളതെന്നല്ല, അതായത് നമുക്ക് അങ്ങോട്ട് പോയി വരാൻ ഇപ്പോ ഓരോ പാക്കേജുകളാണല്ലോ. അതിന് ഏറ്റവും ലോ ആയിട്ടുള്ള പാക്കേജ്, ഏറ്റവും കുറഞ്ഞ പാക്കേജിൽ എത്ര രൂപ? 5 ലക്ഷം രൂപയാണെങ്കിൽ ആ 5 ലക്ഷം രൂപ നമുക്കുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള കടം കവിച്ച് ചിലപ്പോൾ 10 ലക്ഷം രൂപ കടം ഉണ്ടാവും. പക്ഷേ ഇവിടെ അതിനേക്കാൾ സമ്പത്ത് വേറെ പ്രോപ്പർട്ടിയിൽ കാശായിട്ട് കാണുന്നില്ല. അവര് പക്ഷെ ബസ് ഓടുന്ന പോലെ 2-3 ബസ് ഓടുന്നുണ്ട്, അതല്ലെങ്കിൽ ബിസിനസ് സംരംഭമുണ്ട്, കടകളുണ്ട്, ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാളുകൾ എന്തെങ്കിലും ഉണ്ടാവും. ക്യാഷ് ആയിട്ട് എല്ലാം കയ്യിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് കാണുന്നില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹുവിനോട് അവന് ബാധ്യത ഉണ്ട്. സൂറത്തുൽ ബഖറയിലെ 196 അല്ലാഹുവിനോട് നിങ്ങൾ ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കി വിട്ടു. ആലിം മൻസൂറത്തിൽ 97-ാമത്തെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇതൊക്കെ പറഞ്ഞത് ഇതാണ്, ഖുർആൻ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞതാണ്. ഫർദായ കാര്യമാണ്. എന്താ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഇതേപോലെ ഫർദായ കാര്യമാണ് അത് ഞാൻ ഈ പറഞ്ഞ വ്യക്തികൾക്ക്. ഇതിൽ ആരാണ് ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാവുക? എന്നിട്ട് നമ്മൾ അപേക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയം. ഫർദായ കാര്യം ഇത് ചെയ്യാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നാളെ റബ്ബിന്റെ അടുത്തേക്കല്ലാണ് ചെല്ലേണ്ടത്. നമ്മുടെ ജീവിതം അവിടെയല്ലേ? ഇവിടെയാണോ ജീവിതം? ഇത് സ്വപ്നലോകമാണ്, ഇവിടെയല്ലല്ലോ. യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് നമ്മൾ എന്ത് മറുപടി പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹഖ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, ലോകത്ത് വിവിധ ഇടങ്ങളിൽ പലതരത്തിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഫലസ്തീനിലൊക്കെ അനുഭവിക്കുന്ന കുഞ്ഞു മക്കൾ തങ്ങൾ പ്രവചിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. എങ്കിലും നമുക്കിത് കാണുമ്പോൾ നമുക്കൊക്കെ ദുആ ചെയ്യാൻ പറ്റുമോ? നമ്മൾ തനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുക അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ഇന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊന്നും വാർത്ത, അത് ഏത് വാർത്തയാണെങ്കിലും അങ്ങനെ തന്നെ തുടക്ക സമയത്തൊക്കെ നല്ല അവര് തകർക്കുന്ന കാഴ്ച. അപ്പൊ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ, അതിന് യാഥാർത്ഥ്യ സോഷ്യൽ മീഡിയയിലൂടെ വന്നതായത് കൊണ്ട് തന്നെ നമുക്കത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും സാധ്യതകൾ നമ്മൾ നോക്കണം. അവരുടെ ജയിലറയിൽ കഴിയുന്ന ഒരു ഫലസ്തീനി അയാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മരണപ്പെട്ടതാണോ അവര് കൊന്നതാണോ എന്നൊന്നും അറിയില്ല. അവര് ചാഗ്ര ബുദ്ധിയുള്ള ആളുകളാണ്. വളരെ ബ്രൂട്ടലായിട്ട് അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ആ മയ്യത്തിന്റെ ഉള്ളിൽ ടൈം ബോംബ് ഫിറ്റ് ചെയ്തിട്ട് ഈ ഫലസ്തീനികളെ ഏൽപ്പിച്ചു. അവര് വളരെ ബഹുമാനത്തോടുകൂടെ നമ്മളൊക്കെ മയ്യത്ത് താങ്ങി കൊണ്ടുപോകുന്നത് പോലെ മയ്യത്ത് കെട്ടിട്ട് മയ്യത്ത് താങ്ങി കൊണ്ടുപോകുമ്പോൾ ഇഷ്ടംപോലെ ജനങ്ങൾ അവര് തെറ്റിദ്ധീര് ചൊല്ലി ഈ മയ്യത്ത് കൊണ്ടുപോകുന്നതിനിടയിൽ ആ ടൈം ബോംബ് പൊട്ടി ഒരുപാട് ആളുകൾ അവിടെ വെച്ച് മരണപ്പെട്ടതായിരുന്നു. വീഡിയോ സഹിതം കാണാൻ സാധ്യത. കണ്ടപ്പോ അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞതിനും അപ്പുറമാണ് അവിടെ നടക്കുന്ന ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങൾ, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകട്ടെ. അല്ലാഹു മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത മരണപ്പെട്ട ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കേണ്ട രോഗികൾക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാത്തവർക്ക് അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവന്റെ സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അവന്റെ സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
കുറ്റിക്കട മറിയ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് 500 രൂപ നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അസുഖം ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു അനുഭാവി 3000 രൂപ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് നൽകിയിട്ടുണ്ട്. ഗൾഫിലെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ബുദ്ധിമുട്ടുകളും തീരാൻ ഒരു അനുഭാവി കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് 500 രൂപ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം, അതിന്റെ ഓൺലൈനിലുള്ള അപേക്ഷ അത് നൽകാൻ നമുക്ക് വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടുകയാണെങ്കിൽ അത് ഓരോ സ്ഥലത്തും അതിന് ആളുകളുണ്ട് നമുക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാൻ നമ്മുടെ ഡോക്ടർ അൻഫലുമായിട്ട് നേരിട്ടോ അതല്ലെങ്കിൽ വാട്സപ്പിലോ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ ഉണ്ട്. ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം കാണാം. അതുപോലെ തന്നെ ഇന്ന് ജുമാക്ക് ശേഷം പരേതനായ കളത്തില പള്ളിയാലിൽ താമസിച്ചിരുന്ന പിലാക്കപ്പറമ്പിൽ നേരത്തെ പറഞ്ഞ മുഹമ്മദ് എന്നവരുടെ മകൻ മുഹമ്മദ് അലി എന്ന മാണി അവരുടെ പേരിൽ ദിക്ർ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുത്ത് വേണം പോവാൻ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, പെരിന്തൽമണ്ണ SOS മണ്ഡലം കമ്മിറ്റി അവിടുത്തെ തഹ്ഫീദുൽ ഖുർആൻ നടത്തുന്നത്, പെരിന്തൽമണ്ണ തഹ്ഫീദുൽ ഖുർആൻ കോളേജ് നടത്തുന്നത് അവരാണ്. അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 24, 25 ചൊവ്വ ബുധൻ തീയതികളിൽ തറയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് മഗ്‌രിബിന് ശേഷം കബീർ ബാക്കവിയുടെ പ്രഭാഷണം പ്രഭാഷണം നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾക്ക് അതിന് പങ്കെടുക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു തിരിവിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. കരിങ്കല്ലത്താണി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ ആഴ്ച പിരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ ഇൻഷാ അല്ലാഹ് പുറത്ത് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കുക ഇൻഷാ അല്ലാഹ്.